ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നോമ്പ് തുറക്കുമ്പോഴേക്കും ക്ഷീണമൊക്കെ ഇല്ലാതാവാൻ വേണ്ടിയിട്ട് നല്ലൊരു ബനാന കസ്റ്റാർഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കസ്റ്റാർഡ് പൗഡറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലത്തെ 2 ചെറിയ പഴമാണ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ വലിയ പഴാച്ചെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് പോകും പിന്നെ. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലത്തെ ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ പാലിൽ നിന്ന് നമുക്ക് 2 തവി പാല് എടുത്ത് മാറ്റി വെക്കാം. ഇതിലൊന്ന് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കസ്റ്റാർഡ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാലിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുട്ട ഉടച്ചെടുക്കുമ്പോൾ സെപ്പറേറ്റ് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നെ മുട്ട കേടാണെങ്കിൽ പാലങ്ങ് വേസ്റ്റായി പോവില്ലേ. എന്നിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മുട്ട സെപ്പറേറ്റ് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽപ്പൊടി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ ഈ കസ്റ്റാർഡിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ പാൽപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ നല്ല പഴുത്ത പഴമല്ലേ എടുക്കണം, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പിനേക്കാളും ഒരു ഇച്ചിരി കൂടുതലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. ഇതിലേക്കുള്ള കോൺഫ്ലവർ ഒന്ന് കലക്കി റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് കലക്കി വെക്കുന്നത് കേട്ടോ. നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ ഒന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർത്തുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. മുട്ട ഒന്ന് വെന്ത് വരും വേണം. അതുപോലെ തന്നെ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അടിയിൽ പിടിക്കാതെ കണ്ടിട്ട്. പാൽപ്പൊടിയൊക്കെ ചേർത്തതാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കണം ഇത് കേട്ടോ. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് ഈ ഒരു ടൈമിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയുള്ള കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ 5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ട് വേണം ഇത് തിക്കാക്കി എടുക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് ജ്യൂസിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ നമ്മളിതൊന്ന് അടിച്ചെടുത്ത് ലൂസായിട്ടല്ലേ കുടിക്കുന്നത്, അതുകൊണ്ടാണ് കോൺഫ്ലോർ കുറച്ച് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കസ്റ്റാർഡൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വനില എസൻസ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക. പിന്നെ തിളപ്പിക്കൊന്നും ചെയ്യേണ്ട, ഈ ഒരു ചൂടിൽ കിടന്നിട്ട് തന്നെ റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഫ്രീസറിലേക്ക് കയറ്റാം. ഇപ്പോൾ ഇതാ ഫ്രീസറിൽ കയറ്റിയിട്ട് ഒരു 1.5-2 മണിക്കൂറോളം ആയിട്ടുണ്ടാവും. ഇപ്പം നല്ലോണം ഇത് ഐസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒറ്റ പ്രാവശ്യം ഇട്ടിട്ട് അടിക്കണില്ല, 2 പ്രാവശ്യമായിട്ട് പകുതി ആക്കിയിട്ടിട്ട് അടിച്ചെടുക്കാം.
അപ്പോൾ ഇതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്തതും അടിച്ചെടുക്കുക. അങ്ങനെ ബനാന കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസ്കസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കുറച്ച് നേരത്തെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നമ്മളിതിൽ ചേർത്ത പാടൊന്നും മേലേക്ക് പൊങ്ങി വരില്ല. കുറച്ച് നേരമൊക്കെ കഴിഞ്ഞാൽ ഇത് മേലേക്ക് പൊങ്ങി വരും. ഇനി ഇതിലേക്ക് കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണം അകറ്റാനുള്ള ബനാന കസ്റ്റാർഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.